ബദർ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചു. തിന്മയ്ക്കുമേൽ നന്മയും വിശ്വാസവും വിജയം നേടിയ ദിനമായാണ് ബദർ ദിനത്തെ വിശ്വാസികൾ കാണുന്നത്. പള്ളികളിൽ മൗലീദ് പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. റംസാൻ 17 നടന്ന ബദർ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബദർ ദിനത്തിന്റെ ഭാഗമായി മഹല്ലുകളിൽ സംഘടിപ്പിച്ചിരുന്നു. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ നടന്ന മൗലീദിന് മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തായിൽ, NM അബ്ദുൽ ജലീൽ, PM അബ്ദുൽ ജലാൽ, KPS ഷാഹിർ അലി എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് സലീം ഫൈസിയുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണ വിതരണം നടന്നു. നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, അബ്ദുസമദ് ചിന്നക്കൽ, RP ജുനൈദ്, VA അഷ്റഫ്, ലത്തീഫ് കെട്ടുമ്മൽ എന്നിവർ നേതൃത്വം നൽകി. പാടൂർ ഉസ്മാനുബിനു അഫാൻ മസ്ജിദിൽ ബദർ ദിനത്തിനോടനുബന്ധിച്ച് മൗലീദ് പാരായണവും ഭക്ഷണ വിതരണവും നടന്നു. പാടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസ്മി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുസ്തഫ ഫൈസി, ലത്തീഫ് ഫൈസി എന്നിവർ മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. അബ്ദുൽ സലാം, അബ്ദുൽ ഖാദർ, NA ആഷിഖ്, VM മുഹമ്മദ് എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി.